അസ്സലാമലൈക്കും. ലൈഫ് ഓഫ് മുഫി വൺസ് അഗൈൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോണത് ബോംബെയിലൊക്കെ. എന്താ പേര്? നല്ല പേര്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഏറെക്കായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 8:35 ആകുമ്പോഴത്തേനാണ് ഞങ്ങൾക്ക് കൊച്ചുവേളി എക്സ്പ്രസ് ഉള്ളത്. അപ്പോൾ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ടിക്കറ്റ് എടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ആണ്. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് മൈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കയറിയതിൻ്റെ ശേഷം സീറ്റൊക്കെ നോക്കണം. സീറ്റ് കിട്ടുമെന്ന് അറിയില്ല, നല്ല തിരക്കായതുകൊണ്ട് റിസർവേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് സീറ്റിൻ്റെ കാര്യം ഒന്നും അറിയില്ല. അങ്ങനെ ആൾക്കാർ കയറുന്ന ആൾക്കാരൊക്കെ ബാഗ് വെച്ചിട്ട് സീറ്റ് ഓൾറെഡി ഫിക്സ് ആക്കുന്നുണ്ട്. അപ്പം 1 ഡേ ട്രാവലിംഗ് ഉണ്ട്. സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല പണിയായിരിക്കും കിട്ടുക. അപ്പോൾ മാക്സിമം സീറ്റ് കിട്ടണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സീറ്റ് കിട്ടട്ടെ. അപ്പോൾ ബാക്കിയുള്ള സീറ്റ് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. ഞങ്ങളെ ഫസ്റ്റ് ലോങ് ജേണിയാണ് കാലിക്കറ്റ് ടു ബോംബെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ സ്ലീപ്പർ ആയിരുന്നു ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ ടിക്കറ്റ് ഇന്നലെ രാത്രി ഞങ്ങള് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി പിന്നെ വീട്ടിൽ പോയി തിരിച്ച് ഇന്ന് മോർണിംഗ് വന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും കൂടി 730 രൂപ. ജനറലിൽ നമുക്ക് ബോംബെയിലേക്ക് കാലിക്കറ്റ് ടു ബോംബെ 730 രൂപയാണ് ജനറലായത്. ജനറൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു. സ്ലീപ്പർ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയില്ല. മാക്സിമം ട്രൈ ചെയ്തു. ഇന്നലെ ട്രൈ ചെയ്തു, ഇന്ന് ട്രൈ ചെയ്തു, പക്ഷെ കിട്ടില്ല. അതൊക്കെ ഓൾറെഡി 1 വീക്ക് മുന്നേ തന്നെ ബുക്ക്ഡാണ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ചാൻസ് ആയിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും പോകാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ജനറലിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഉള്ളിൽ ഞങ്ങളുള്ള ബോഗിൻ്റെ ഉള്ളിലുള്ള വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ബാത്റൂം, അതേപോലെ തന്നെ ട്രെയിനിൻ്റെ അറ്റ്മോസ്ഫിയർ എല്ലാം വീഡിയോയിലൂടെ കാണിച്ചു. അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ കൊങ്കൺ റെയിൽപാതയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള റെയിൽ യാത്രയാണ് കൊങ്കൺ പാതയിലൂടെ പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ കൊങ്കണിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ പാതയിലൂടെയാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന റെയിൽപാതയാണ് കൊങ്കൺ റെയിൽവേ. 1998 ജാനുവരി 26 കൊങ്കൺ റെയിൽവേ പ്രവർത്തനം ആരംഭിക്കുന്നത്. മലയാളിയായ മെട്രോമാൻ ഇ ശ്രീധരൻ ആണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ. കേരളത്തെയും കർണാടകയെയും ഗോവയിലെയും യാത്രക്കാരെ മുംബൈയിലേക്കും അതുവഴി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് കൊങ്കൺ റെയിൽവേ പാത. ഏതാണ്ട് 740 കിലോമീറ്റർ ദൂരവും 91 തുരങ്കങ്ങളും അടങ്ങിയ ഈ റെയിൽപാത കർണാടകത്തിലെ മംഗലാപുരത്തു നിന്നും തുടങ്ങി മഹാരാഷ്ട്രയിലെ റോഹ വരെ നീണ്ടുകിടക്കുന്നു. പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള ഈ യാത്രാപാത യാത്രക്കാരന് അതിമനോഹരമായ യാത്രാ അനുഭൂതി നൽകുന്നു. മലയോര തീരദേശ റെയിൽപാത കൊങ്കൺ തീരത്തിന് സമാനമായി വരുന്നത് കൊണ്ടാണ് കൊങ്കൺ എന്ന് പേര് വരാൻ കാരണം. അപ്പം ഗായ്സ്, നമ്മൾ ബോംബെയിൽ എത്തിയിട്ടുണ്ട്. ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇനി ബോംബെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ബസ് വഴി അസൽഫയിലേക്ക് പോവാണ്. അവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം ലോകമാന്യ തിലകിന്ന് അസൽഫയിലേക്ക് 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ ബസ് ടിക്കറ്റ് ഒക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് ഇവിടെ ഉള്ളത്. 10 രൂപ ഒരാൾക്ക് അസൽഫയിലേക്ക് വരുന്നുള്ളൂ. ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോംബെയിലെ ബസ്സുകൾക്കൊക്കെ ഒരു പ്രത്യേക ക്ലാസിക് ഭംഗി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. വളരെ ചീപ്പായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. 5 രൂപക്കും 10 രൂപക്കും അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ആക്കുക. ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയതിന് ശേഷം നൈറ്റ് ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണ് അസൽഫയിൽ കാണുന്നത്. നിരവധി കച്ചവടക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അസൽഫ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഹിന്ദു ടെമ്പിൾ കണ്ടു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട്. രാത്രി പൂജ നടക്കുന്നുണ്ട് അവിടെ.
അതിൻ്റെ മുന്നിലായിട്ട് ഒരു കോലൊക്കെ വരച്ചിട്ടുണ്ട്. കോലൊക്കെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് എന്താണെന്ന് അറിയില്ല അതിൽ കോലത്തിൽ എഴുതിയത്, പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് അത് ചെയ്തു വെച്ചതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ യെസ്റ്റർഡേ അസൽഫൊക്കെ കവർ ചെയ്ത് അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷന് വരുന്നത് ഛത്രപതി ശിവജി ടെർമിനലാണ്, CSMT. അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം നല്ല ഏതെങ്കിലും ദോശ കിട്ടുന്ന ഏതെങ്കിലും കട ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ അധികം ആൾക്കാർ കഴിക്കുന്നത് വടാപ്പാവാണ്. അപ്പോൾ വടാപ്പാവ് എന്തോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ കട ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു അണ്ണൻ്റെ ദോശക്കട കാണുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 തരം ദോശകൾ ഇവിടെ ചെയ്യുന്നുണ്ട് പോലും. അപ്പം ഞാനൊരു ബട്ടറിൻ്റെ ദോശയും ഹസ്ബൻഡ് ഒരു പനീറിൻ്റെ ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ എന്നോട് അതിനിടെ ചോദിക്കുന്നുണ്ട് യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആടെ നിൽക്കെ പറഞ്ഞ് അങ്ങോട്ട് വെച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഈ ദോശ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് നോക്കണം. ഭയങ്കര തിരക്കുള്ള പണിയിലാണ് അണ്ണനുള്ളത്. അപ്പം നല്ല രസമുണ്ട്. ദോശ ഇങ്ങനെ വട്ടത്തിൽ റൗണ്ട് ചെയ്ത് വലിയ ദോശ വലുതാക്കി ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ചെയ്താക്കി തന്നിട്ടുണ്ട്. ദോശ കഴിച്ചു നോക്കി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ദോശ. അപ്പോൾ നിങ്ങൾ ബോംബെയിൽ വരുന്നുണ്ടെങ്കിൽ അണ്ണ ഗാലക്സി എന്നാണ് ഈ കടൻ്റെ പേര്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ദോശ കഴിച്ചു നോക്കുക. ഇവിടെ 100 തരം ദോശകളുണ്ട്. പനീറായിട്ടും ബട്ടറായിട്ടും ചീസായിട്ടും എല്ലാം നല്ല രസമുണ്ട്. എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അസൽഫയിൽ ഞങ്ങൾ അസൽഫ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അവിടുന്നാണ് ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ട്രെയിൻ ഉള്ളത്. CSTയിലേക്കുള്ള ട്രെയിൻ അസൽഫയിലാണ് ഉള്ളത്. അപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് അസൽഫ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് വേണം ഞങ്ങൾക്ക് അന്തേരിയിലേക്ക് പോകണം. അവിടുന്ന് CSMT. അപ്പോൾ ട്രെയിന് അന്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുംബൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈൻ്റെ സ്ലമ്മുകളും അതിന് തൊട്ടടുത്തായിട്ട് വലിയ ബിൽഡിങ്സുകളും ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നു എന്നതാണ് മുംബൈയെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ദിവസവും 5 ലക്ഷത്തോളം യാത്രക്കാരാണ് മുംബൈ മെട്രോ വഴി യാത്ര ചെയ്യുന്നത് എന്നുള്ളതിന് ഏകദേശം കണക്ക്. 2014 ജൂൺ 8 മുംബൈ മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത്. ടോട്ടൽ 31 സ്റ്റേഷൻ ഉണ്ട്. അതുമാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റി കൂടിയാണ് മുംബൈ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് CST ടെർമിനലിലേക്കാണ് പോകേണ്ടത്. അപ്പം അതിന് ലോക്കൽ ട്രെയിനിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് 10 രൂപയാണ് CSTയിലേക്കുള്ളത്. അപ്പോൾ ആ ട്രെയിൻ കിട്ടിയിട്ട് വേണം CSTയിലേക്ക് പോവാൻ. എന്താണ് പറയാനുള്ളത്? ബോംബെയിലെ ലോക്കൽ ട്രെയിൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് ട്രെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയത് ബോംബെന്ന് വേറെ എവിടെ പോകുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടിംഗ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻസ് തന്നെയാണ് ഉള്ളത്. ഒരു ലാഗ് ഒന്നുമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയാണോ ബോംബെയിൽ നിന്ന് പോകേണ്ടത് പെട്ടെന്ന് മൂവ് ആകാൻ പറ്റും. ബോംബെയിൽ നിന്ന് എവിടെ വേണമെങ്കിലും. അങ്ങനെ ഞങ്ങൾ CST റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ CST റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണിത്. അതിമനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. കല്ലിൽ കൊത്തിവെച്ച ശില്പം പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ പഴയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. ഇപ്പോൾ അത് CST ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട്.
ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ സർവീസ് തുടങ്ങിയത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ്. 1878 ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത്. 1888, അതായത് ഏതാണ്ട് 10 വർഷത്തോളം എടുക്കേണ്ടി വന്നു ഇതൊന്ന് മുഴുവനാക്കാൻ വേണ്ടിയിട്ട്. ഫെഡറിക് വില്യം സ്റ്റീവൻസ് എന്നിട്ട് പറഞ്ഞ ലോകപ്രശസ്തനായ ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൻ്റെ പുറത്തുള്ള കാഴ്ച ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള അതേപോലെ തന്നെ ഭംഗിയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ ബസ് കയറാൻ വേണ്ടി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഒത്തിരി വഴിയോര കച്ചവടക്കാരുണ്ട്. സാധനങ്ങൾക്കൊക്കെ നല്ല ചീപ്പ് പ്രൈസാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. ഷോപ്പിങ്ങിനിടയിൽ ഞാൻ ഈ പാവ കണ്ടു. എനിക്കെന്താ അറിയില്ല, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഇത് കാണാൻ, അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ കച്ചവടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് 2 സൈഡുകളിലായിട്ട്. ഡ്രസ്സുകളും അതേപോലെ തന്നെ ഫാൻസി കളിപ്പാട്ടങ്ങൾ എല്ലാം മറ്റുള്ളവരെ ആകർഷിക്കും. CSTയിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ളത് മുംബൈയിൽ തന്നെ പ്രധാന സ്പോട്ടായിട്ടുള്ള ഗേറ്റ് വേയിലേക്കും താജിലേക്കുമാണ്, താജ് പാലസ്. അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി ഗേറ്റ് വേയിലേക്കാണ് പോകേണ്ടത്. ഗേറ്റ് വേയിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ബസ് 124 ആണ് ബസ് നമ്പർ വരുന്നത്. അപ്പോൾ അതിൽ കയറണം. അപ്പോൾ ഒരാൾക്ക് ഗേറ്റ് വേയിലേക്ക് CSTന്ന് ഗേറ്റ് വേയിലേക്ക് 5 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ 10 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പേർക്ക് CSTന്ന് ഗേറ്റ് വേയിലേക്ക് പോകാൻ പറ്റും. ഗായ്സ്, അപ്പം നമ്മൾ ഗേറ്റ് വേയിൽ എത്തിയിട്ടുണ്ട്. ഈവനിങ് ടൈമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷെ എൻട്രിക്ക് ഫീ ഒന്നും വരുന്നില്ല. പക്ഷേ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂ തന്നെ ഉണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഗേറ്റ് വേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് വേൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ മുംബൈയുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഗേറ്റ് വേ സഞ്ചാരികളുടെ പ്രധാന സ്പോട്ടാണ്. 1924 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജോർജ് 5-മനായ രാജാവും ഭാര്യ മേരി രാജ്ഞിയുമാണ് 1911 ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച മനോഹരമായ ഒരു കമാനമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഹിന്ദു മുസ്ലിം കെട്ടിട നിർമ്മാണ ശൈലികൾ ഉൾക്കൊള്ളിച്ചാണ് ഇത് നിർമ്മാണം നടത്തിയതെന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. ആർക്കിടെക്റ്റ് ജോർജ് വിറ്ററ്റാണ് ഇതിൻ്റെ ശില്പി. ഗേറ്റ് വേൻ്റെ മുന്നിൽ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 115 രൂപയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് വേൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പിക്ചറാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പിക്ചർ തന്നെയാണ് അത്. അപ്പോൾ 45 മിനിറ്റാണ് ബോട്ട് സർവീസ് വരുന്നത്. മൊത്തത്തിൽ താജിൻ്റെയും അതേപോലെ ഗേറ്റ് വേൻ്റെയും ഫ്രെയിം ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ട് പിക്ചർ. 1903 ഡിസംബർ 16 താജ് ഓപ്പൺ ആക്കിയത്. അതിൻ്റെ ആർക്കിടെക്ചർ സീതാറാം ഖഡോരയാണ്. പിന്നെ DN മിർസ എന്ന് പറഞ്ഞിട്ടുള്ള ആളും. 11 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിന്. 565 റൂമുകളുണ്ട്, 46 സ്യൂട്ട്സുകളുണ്ട്, 22 ഫ്ലോറുകളുണ്ട്, 35 കുക്കുകളും 1500 ജീവനക്കാരും ഈ ഒരു താജിൽ ജോലി ചെയ്യുന്നുണ്ട്. ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ഒരു വിഷ്വൽസ് ആണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കടൽ കൊക്കുകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ബോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് നല്ല ചില്ലിലാണ് ഇരിക്കുന്നത്. നല്ലൊരു കടലിന് കാണുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. ഇപ്പം ആൾക്കാർ ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, കയ്യിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് കൊത്തിയെടുത്ത് പോകുന്നുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളും എന്ത് ചെയ്തു വെച്ചാൽ കയ്യിലൊരു കുർക്കുറൊക്കെ വെച്ച് കൊടുത്ത്. അപ്പോൾ അത് വന്നിട്ട് അത് കൊത്തിയെടുത്ത് പോയി. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ. എല്ലാം കൊണ്ടും എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. ഗായ്സ്, ഞങ്ങളിപ്പോൾ CSTയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിന് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മുംബൈ യാത്ര അവസാനിച്ചിട്ടുണ്ട്. ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. കള്ളവണ്ടി കയറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ്. ടാക്സി കൂലി നീ തന്നെ കൊടുക്കണം. അപ്പം നമ്മൾ കാലിക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ബോംബെ അധോലോകമൊക്കെ കറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബോംബെ ജേണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും ആ ഒരു ജേണി നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ളായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഒന്നും ആയിട്ടില്ല. മസ്റ്റായിട്ട് ലൈഫിൽ എന്തായാലും വന്നിട്ട് ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാണാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ബോംബെ അല്ല, അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് പുറത്തുനിന്ന് ബോംബെന്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു സംഭവം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു അധോലോകം. പക്ഷെ അവിടെ നമ്മൾ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ടോക്ക് ചെയ്തത്. വീഡിയോസാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ടാവും ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളതൊക്കെ പറയുക, കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോഴേ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.